നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അഫാൻ വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയായ അഫാനെയും അഫാന്റെ ഉമ്മയും ഒന്നും തന്നെ നമ്മൾ മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറക്കാനിടയില്ല. കഴിഞ്ഞ ഒരു മാസവും അഫാനുമായി ബന്ധപ്പെട്ട അനവധി വാർത്തകൾ പുറത്തു വന്നുവെങ്കിലും കുറച്ച് ദിവസങ്ങളായി അത്തരം വാർത്തകളൊന്നും തന്നെ പുറത്തു വരുന്നില്ല. എന്നാൽ ഇപ്പോൾ 24-നോട് അഫാന്റെ ഉമ്മ ഷെമി പ്രതികരിച്ചിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും തന്നെ ഇത്രയും നാളും പുറത്തു വന്ന വാർത്തകളിൽ നിന്നും നമുക്ക് വ്യക്തമായത് അഫാൻ ഇത്തരത്തിൽ ഒരു രീതിയിലേക്ക് വളരാൻ കാരണം ഷെമി തന്നെയാണ് എന്ന് തന്നെയാണ് പലരും മനസ്സിലാക്കിയിരുന്നത്. അല്ലെങ്കിൽ ഷെമി കൂടി അഫാന്റെ ഈ ഒരു അവസ്ഥയെ കാരണക്കാരിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഷെമി അതെല്ലാം തുറന്നടിച്ചുകൊണ്ട് അഫാൻ എന്ന വ്യക്തി അല്ലെങ്കിൽ അഫാൻ എന്ന മകനെ കുറിച്ച് ഷെമി തുറന്ന് പറയുകയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഷെമി പറഞ്ഞിരുന്നത്, ആശുപത്രി കിടക്കയിലൊക്കെ നിന്ന് ഷെമി പറഞ്ഞത് എനിക്ക് അഫാനെ ഒന്ന് കാണണം, എന്റെ മകനെ കാണണം, എന്റെ മകൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെയാണ്. എന്നാൽ ഈ ആരോഗ്യം വീണ്ടെടുത്ത ഷെമി അഫാൻ ചെയ്തു കൂട്ടിയ ഓരോ ക്രൂരതകളും കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഇപ്പോൾ പ്രതികരിക്കുമ്പോൾ പറയുന്നത് എന്റെ ഏറ്റവും അടുത്ത മകനെ, എന്റെ മകനെ കൊന്നവനാണ് അവൻ, അതുകൊണ്ട് എനിക്ക് ഒരിക്കലും അവനോട് പൊറുക്കാൻ കഴിയുകയില്ല എന്നാണ് മനസ്സിലാകുന്നത്, എന്നാണ് പറയുന്നത് എന്നുള്ളതാണ്. ഒരിക്കലും അവനോട് എനിക്ക് പൊറുക്കാൻ കഴിയുകയില്ല, കടമൊക്കെ അടച്ചു തീർക്കാവുന്ന കടം മാത്രമേ ഉള്ളൂ എന്നും പറയുന്നു. മാത്രമല്ല തലയ്ക്ക് അടിച്ചതിന് ശേഷം വായിൽ എന്തോ ബോധം പോകാനായി തിരികെ കയറ്റി എന്നും ഷെമി പറയുകയാണ്. ഷെമി പറയുന്നതിന്റെ കൃത്യമായ വാക്കുകളൊക്കെ തന്നെ 24 പുറത്തു വിട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഷെമി പറയുന്നതിന്റെ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കേൾക്കാം. കുറച്ച് കാര്യം ഓർമ്മ ഉണ്ട്. പിന്നെ മോൻ കഴുത്തിലെഴുതിയിട്ട് പിന്നെ മച്ചി ക്ഷമിക്കണേന്ന് പറഞ്ഞ് പിന്നെ ഫർസാനെ വിളിച്ചോണ്ട് പോയിട്ട് ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പോയി അവൻ. പിന്നെ ഒന്നും ഓർമ്മയില്ല എനിക്ക്. ഈ അന്നത്തെ ദിവസമേ അതിന് മുൻപ് നടന്ന എന്താ? അഫ്സാന നമ്മുടെ ഇളയ കുഞ്ഞുണ്ടല്ലോ, അഫ്സാൻ എൻ്റെ മോനെ ഞാൻ സ്കൂളിൽ വിട്ടിട്ട് ബസ്സിന് കയറ്റി വിട്ട് പിന്നെ ഞാൻ വീട്ടിനകത്ത് വന്ന് കയറി. ഇതേ ഓർമ്മ ഉള്ളു, പിന്നെ ഒന്നും ഓർമ്മയില്ല. അന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ചപ്പാത്തിയും മുട്ടക്കറി ഉണ്ടാക്കി കൊച്ചിന് കൊടുത്തു വിട്ട് കഴിക്കാൻ കൊടുത്തു വിട്ട്. ഈ ഉമ്മയ്ക്ക് അന്നേ എന്തെങ്കിലും ഒരു മന്ദത പോലെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓർമ്മ വന്നിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. കാരണം എനിക്ക് ഒന്നും ഓർമ്മയില്ല. കാരണം പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല, ഒന്നും ഓർമ്മയില്ല. ഞാൻ ഉമ്മയോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഉമ്മ ഈ അന്നത്തെ ദിവസം രാവിലെ ഉമ്മ അഫ്സാനെ നമ്മുടെ ഇളയ കുഞ്ഞിനെ പരീക്ഷയ്ക്ക് വിടുന്നു, തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നിട്ട് ഉമ്മ അവിടെ പാത്രം കഴുകുന്നതാണ് ഉമ്മ പറഞ്ഞത്. പാത്രം കഴുകിയപ്പോഴത്തേക്കിനാണ് തിരിച്ചു വന്നപ്പം പുറകെ കൂടെ ഈ അഫാൻ കഴുത്തിൽ ഷോളിട്ടു. ഉമ്മ ക്ഷമിക്കും, അങ്ങനെയാണോ എന്താ പറഞ്ഞേ? അവൻ അങ്ങനെയാണ് പറഞ്ഞത്, ക്ഷമിക്കണേന്ന് പറഞ്ഞു. അപ്പം അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഒന്നും വേണ്ടിയില്ല, മോനെ ഒന്നും വേണ്ടിയില്ല. പിന്നെ ഫർസാനെ വിളിച്ചോണ്ട് വരട്ടെ മക്കളെ, മച്ചി ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ കൊച്ചിനൊക്കെ ഇന്നൊക്കെ കണ്ടില്ല. ഈ കഴുത്തേല് ഷോള് മുറുക്കിയിട്ട് മച്ചിക്ക് എനിക്ക് സ്വപ്നം കാണും പോലെ തോന്നി. ഇങ്ങനെ കഴുത്ത് കൈയിട്ട് അടിച്ചിട്ട് സ്വപ്നം കാണും പോലെ തോന്നി. അതിനു മുൻപ് ഈ ഉമ്മ എന്തെങ്കിലും കുടിക്കുകയോ കഴിക്കുകയോ ചെയ്തിരുന്നോ? കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തതെന്നുള്ള ഓർമ്മയില്ല. കഴിച്ചാലെന്ന് തോന്നുന്നു. കാരണം എനിക്കൊരു ഓർമ്മയില്ല, അതിനെ പറ്റി ഒരു ഓർമ്മയില്ല. പിന്നെ എനിക്ക് നടന്ന സംഭവങ്ങൾ ഇങ്ങനെ അന്ന് നടക്കൂലായിരുന്നു, ഈ സംഭവങ്ങളൊന്നും വീട്ടിൽ നടക്കൂലായിരുന്നു. കാരണം എനിക്ക് ഓർമ്മയില്ലാതെ പോയി. എനിക്ക് ഒരുപാട് കാര്യം റഹീമക്കായിട്ട് പറഞ്ഞു ഞാൻ കേട്ടതാണ്. ഈ എന്തോ കലക്കി അങ്ങനെ എന്തോ എനിക്ക് കഴിച്ചെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല അതിനെപ്പറ്റി. ചായ കുടിച്ചിരുന്നു? ചായ കുടിച്ചായിരുന്നു. അത് ഈ അഫ്സാനെ കൊണ്ടുവിട്ടതിന് വന്നതിന് ശേഷമാണ്? അഫ്സാനൊക്കെ കൊണ്ടുവിട്ടതിന് വന്നതിന് ശേഷം കഴിച്ച് ചായ കുടിച്ച്. ഇതൊന്നും സംഭവിക്കില്ല എന്ന് ഉമ്മ പറയാൻ കാരണം എന്തോമ്മ? എനിക്കൊന്നും ഓർമ്മയില്ല. ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കൂലായിരുന്നു. അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഈ കഴുത്തേല് ഷോള് ഒരുക്കി അമ്മ ഇങ്ങനെ കിടക്കുക അവിടെ? കിടക്കാരെന്ന് തോന്നുന്നു, അറിയാൻ വയ്യ. പിന്നെ ഈ അഫാനപ്പം എന്താ പറഞ്ഞിട്ട് പോകുന്നു ഉമ്മ അടുത്ത്? പിന്നെ പറഞ്ഞ് മച്ചി ക്ഷമിക്കണേ, ഞാൻ ഫർസാനെ വിളിച്ചോണ്ട് വരട്ട് മച്ചിക്ക് ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞു. പിന്നെ ഒന്നും പറഞ്ഞില്ല. ലോൺ ആപ്പുകളിൽ നിന്നും പണം വായ്പ എടുക്കാമായിരുന്നു, തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞ് ഉമ്മച്ചി ക്ഷമിക്കണമെന്ന് പറഞ്ഞാണ് അവൻ തലയ്ക്ക് അടിച്ചത്. മാത്രമല്ല കഴുത്തിൽ കുരുക്കിടുകയും ചെയ്തിരുന്നു. മൊബൈൽ ആപ്ലിക്കേഷൻ വഴി പണം എടുത്തിരുന്നത് എന്ന മാതാവ് ഷെമി പ്രതികരിച്ചിട്ടുണ്ട്. ആക്രമണത്തിന്റെ തലേ ദിവസം തുടർച്ചയായി ഫോൺ കോളുകൾ വന്നു. വീട് വിറ്റാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത്രയ്ക്കും വലിയ കടങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും ഷെമി പറയുകയാണ്. തങ്ങൾക്കുണ്ടായിരുന്നത് 25 ലക്ഷം രൂപയുടെ ബാധ്യത മാത്രമാണ് എന്നാണ് ഷെമി പറയുന്നത്. കൂട്ടക്കൊലപാതക ദിവസം 3 കൂട്ടർക്ക് പണം തിരികെ കൊടുക്കാമായിരുന്നു. ലോൺ ആപ്പിൽ വായ്പ തുക തിരിച്ചടയ്ക്കണമായിരുന്നു. 50,000 രൂപ ബന്ധുവിന് തിരികെ കൊടുക്കേണ്ടത് 24-നായിരുന്നു. ജപ്തി ഒഴിവാക്കാൻ സെൻട്രൽ ബാങ്കിൽ പണം തിരിച്ചടയ്ക്കേണ്ടതും 24-നായിരുന്നു. ഇക്കാര്യങ്ങളിൽ അഫാൻ അസ്വസ്ഥ ആയിരുന്നു എന്നാണ് ഷെമി കൂട്ടിച്ചേർത്തത്.
24-ാം തീയതിയാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ തന്നെ നടന്നത്. ഫെബ്രുവരി 24-നാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഈ ഫെബ്രുവരി 24-നാണ് ഇത്തരം 3 പേർക്ക് ലോണ് അതായത് വലിയൊരു എമൗണ്ട് തുക അടയ്ക്കേണ്ടി വന്നത്. അതായത് ജപ്തി ഒഴിവാക്കാൻ വേണ്ടി ബാങ്കിൽ തുക അടയ്ക്കണമായിരുന്നു. അതുപോലെ തന്നെ ബന്ധുവിന് 50,000 രൂപ കൊടുക്കണമായിരുന്നു. അങ്ങനെ ലോൺ ആപ്പ് വഴി എടുത്ത തുക തിരിച്ചടയ്ക്കണമായിരുന്നു. ഇതെല്ലാം 24-ാം തീയതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്നുള്ളൊരു ഭയം അഫ്വാനിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കൂട്ടക്കൊലക്കേസിൽ പ്രതിയായ മകന് അഫ്വാനെതിരെ ആദ്യമായാണ് അമ്മ ഷെമിയുടെ പ്രതികരണം, ഇത്രയും തുറന്നടിച്ച പ്രതികരണം വരുന്നത്. അഫ്വാൻ കഴുത്തു നെരിച്ച തല ചുമലിനിടിച്ചെന്ന് അവർ കിളിമാനൂർ SHOയ്ക്ക് മൊഴി നൽകിയിരുന്നു. മുൻപ് കട്ടിലിൽ നിന്ന് വീണുവെന്നാണ് ഷെമി ആദ്യം പറഞ്ഞിരുന്നത്. തനിക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. സംഭവം നടന്ന ദിവസം 50,000 രൂപയുടെ അടിയന്തര ആവശ്യം ഉണ്ടായിരുന്നു. തുടർന്ന് ബന്ധുവിന്റെ വീട്ടിൽ പോയി അവിടെ വെച്ച് കേട്ട അധിക്ഷേപങ്ങൾ മകനെ വേദനിപ്പിച്ചെന്നും അതാണ് മകന്റെ പ്രവർത്തിയിൽ കലാശിച്ചത് എന്നുമാണ് മൊഴി പറയുന്നത്. ആത്മഹത്യ ചെയ്യാൻ നിശ്ചയിച്ചതായും അതിനായി ഇളയ മകനുമൊത്ത് യൂട്യൂബിൽ വീഡിയോകൾ കണ്ടിരുന്നതായും ഷെമി പറയുന്നു. ഷെമിയെ വെഞ്ഞാറമൂട് കുറ്റിമൂട് പ്രവർത്തിക്കുന്ന സംരക്ഷണ കേന്ദ്രത്തിലാണ് താമസിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പിതാവിനെയും അഫ്വാനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതടക്കമുള്ള വാർത്തകൾ വന്നത് അത് തെറ്റാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അഫ്വാനുമായി ബന്ധപ്പെട്ടുള്ള അതീവ നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് ഷെമി പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഷെമിയുടെ വാക്കുകൾ നമുക്ക് ഞെട്ടലോടുകൂടി അല്ല നമുക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. ഉമ്മ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന എപ്പോഴാ? പിന്നെ അറിയുന്ന വൈകുന്നേരം. എന്താ ഉമ്മ ആദ്യം ഇങ്ങനെ ഉമ്മയുടെ ഓർമ്മയിലുള്ള എന്താ? ജനലിൽ അടിക്കണത്, കമ്പി വെച്ച് ജനലിൽ അടിക്കണത്, പോലീസുകാർ വന്നിരിക്കുന്നത്. ഓ, പിന്നെ ഒന്ന് ഉമ്മ എടുത്തിട്ട് അങ്ങ് ആശുപത്രിയിലേക്ക് പോകുമായിരുന്നു? പിന്നെ അടുത്ത ആശുപത്രി കൊണ്ടുപോകായിരുന്നു. ഉമ്മയ്യേ ഞാൻ ഈ ഉമ്മയോട് വീണ്ടും വീണ്ടും ഇത് ചോദിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. നമ്മൾ ഈ പലതരത്തിലുള്ള കുറ്റപ്പെടുത്തലൊക്കെ നിങ്ങൾക്കെതിരെ ഉണ്ട്, ഉമ്മയ്ക്കെതിരെയുണ്ട്, വാപ്പായ്ക്കെതിരെയുണ്ട്. അപ്പം നമ്മളതിൻ്റെയൊക്കെ സത്യാവസ്ഥ നിങ്ങൾക്കും അഫ്വാനും മാത്രമാണ് ഇതൊക്കെ എന്താണെന്ന് അറിയാവുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ വീട്ടിലെ എല്ലാ വിഷയങ്ങളും അഫ്വാൻ അറിയാമായിരുന്നു? വീട്ടിലെ എല്ലാ വിഷയവും അഫ്വാൻ അറിയാം. നമുക്ക് ഈ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു? സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു വലിയതായിട്ടില്ല, കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അത് അവനറിയാം, എൻ്റെ ഇളയ മോനറിയാം, നമുക്ക് 3 പേർക്കും അറിയാം. 3 പേരും ഒരുപോലെയാണ് അവിടെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എത്ര രൂപയുടെ കടം ഉണ്ടായിരുന്നിരിക്കും ഉമ്മയുടെ ഓർമ്മയിൽ? 10-25 ലക്ഷം രൂപ കടമുണ്ട്. അത് എങ്ങനെയാ ഉമ്മ വന്നത്? നമ്മൾ ഈ ലോൺ എടുത്തതൊക്കെയാണോ? ലോൺ എടുത്തത്, പലിശ കൊടുത്തത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പലിശയ്ക്ക് നമ്മൾ പലിശയ്ക്ക് എടുത്തിട്ടുണ്ട്. ഉമ്മ ഈ നമ്മുടെ അന്ന് ഈ വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്ന് ആരോ വന്ന് അന്ന് എന്താ അവർ പറഞ്ഞെന്താ? അവർ പറഞ്ഞത് ലോൺ അടയ്ക്കണമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ജപ്തി ചെയ്യണമെന്ന് പറഞ്ഞ്, സാറിന്മാരെ മുതിർന്ന സാറ് വന്ന് എല്ലാവരെയും കൂടെ നിർത്തി ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞ്. അഫ്വാനും ഉണ്ടായിരുന്നു. അഫ്വാൻ അടിക്കാൻ ഇറങ്ങിയതാണ് ആളില്ല. ഓ, മാനേജർ സാറിന്. അത് ജപ്തി ചെയ്യുന്നത് കൊണ്ടായിരിക്കും അല്ലേ? നമുക്ക് ഈ സഹിക്കാൻ പറ്റാത്ത കടമുണ്ടായിരുന്നു? അത്രയ്ക്കധികം കടമുണ്ടായിരുന്നു? ഇല്ല, അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു. ഇത്രയൊക്കെ ഉള്ളായിരുന്നു കടങ്ങൾ. ഉമ്മ ഈ സംഭവങ്ങളെ കുറിച്ചൊക്കെ ഉമ്മ എല്ലാം അറിഞ്ഞോ? എനിക്ക് എൻ്റെ കൊച്ചു അതൊക്കെ ചെയ്തതെന്ന് എനിക്ക് എന്നെ കൊണ്ട് പറ്റാനില്ല, എനിക്ക് പറ്റാനില്ല അത് വിശ്വസിക്കാനൊക്കെ. അഫ്വാൻ ഉമ്മയോട് വല്ലതും പറഞ്ഞിരുന്നോ എന്തെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളെ കുറിച്ചോ, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഇല്ല. ഈ അഫ്വാൻ എങ്ങനെ ഉണ്ടായിരുന്നു ഈ കാര്യം? ഈ ഫോണൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന? ഫോണൊക്കെ ഉപയോഗിക്കും, രായും പകലും ഒക്കെ ഉപയോഗിക്കുമായിരുന്നു. ഈ ഗെയിം കളി അങ്ങനെ എന്തെങ്കിലും? ഗെയിം കളിയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഇത്രയും വൈരാഗ്യം അഫ്വാന് തോന്നാൻ കാരണം എന്തായിരിക്കും ഉമ്മ എല്ലാവരോടും? അത് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫാമിലി പ്രശ്നങ്ങൾ. പാപ്പാക്ക് പിന്നെ വസ്തു വിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് ചേട്ടനൊക്കെ പറയുമായിരുന്നു. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. അതൊക്കെ അഫ്വാനും അറിയായിരുന്നു? അഫ്വാനും അറിയാമായിരുന്നു. അഫ്വാനായിരുന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്? അല്ല, വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ 3 പേരും വേണ്ടി ഷെയർ ചെയ്യുമായിരുന്നു. അല്ലാതെ അവന് മാത്രമല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ നമ്മൾ ഈ പലതരത്തിലുള്ള കാര്യങ്ങൾ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, പോലീസിൽ നിന്നൊക്കെ വിവരം കിട്ടുന്നുണ്ട്. അഫ്വാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കുടുംബം ഒന്നാകെ ഈ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു, അങ്ങനെയൊക്കെ ഉള്ള സത്യമായിരുന്നു ഉമ്മ? കുടുംബം ഒന്നാകെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾക്ക് വസ്തു വിറ്റ് കടങ്ങൾ തീർക്കാം മക്കളെ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. വസ്തു വിറ്റ് കടങ്ങൾ തീർക്കാം എന്നാണ് പറഞ്ഞത്. വസ്തു വിറ്റാൽ കടമൊക്കെ തീരുമായിരുന്നു. ഇപ്പം നിലവിലിപ്പം നമുക്കൊരു 10-25 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു. ഈ നമ്മൾ ഈ പലിശക്കൊക്കെ എടുത്ത് എവിടുന്ന അതൊക്കെ ഓർമ്മയുണ്ടോ? അതൊക്കെ ഉണ്ട്, കുഞ്ഞുമാരുടെ നിന്നും പിന്നെ അനിയത്തിയുടെ ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ കാറൊക്കെ അവസാനം വിറ്റായിരുന്നു? കാർ വിറ്റായിരുന്നു. അതൊക്കെ കടം തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു?
അഫാൻ ആർക്കോ CDMA പൈസ ഇട്ട് കൊടുത്തു എന്ന് പോലീസ്. അത് ഇതൊക്കെ റോളൊക്കെ അടച്ചതാണ്. എന്തടച്ചമ്മ? എന്താണ് റോളൊക്കെ അടച്ചത്? റോളിംഗ് പൈസ റോൾ ചെയ്ത അടച്ചല്ലേ? അതൊക്കെ അമ്മയ്ക്ക് അറിയായിരുന്നു? അതൊക്കെ അറിയാമായിരുന്നു കാര്യങ്ങളെല്ലാം. ഈ ബാക്കി നമുക്ക് ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് വെച്ച് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കടമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. അത്രേ ഉള്ളായിരുന്നു. 25 ലക്ഷം രൂപയുടെ കടമയുള്ളൂ. അമ്മ ഇതൊക്കെ ഒരു ബുക്കിൽ എഴുതിയിടും. എഴുതിയിടുമായിരുന്നു. ആ ബുക്കൊക്കെ പോലീസ് എടുത്തു എന്നാണ് എടുത്ത്. പോലീസിനോട് ഇതൊക്കെ പറഞ്ഞിരുന്നു അമ്മ? പറഞ്ഞു. മൊഴി കൊടുത്ത്. ഈ വലിയ സ്നേഹമായിരുന്നില്ലേ അഫാന് നമ്മുടെ ഇളയ മോനോട്? അഫ്സാനോട് ഭയങ്കര സ്നേഹമായിരുന്നു. എൻ്റെ ഇവിടെ എങ്ങനെ തന്നെയായിരുന്നു അവന്. എൻ്റെ 2 പേരുടെ 3 പേരുടെ നമ്മൾ 3 പേരും നല്ല സ്നേഹത്തിലാണ് കഴിയുന്നത്. നല്ല സ്നേഹമായിരുന്നു. പിന്നെ എൻ്റെ കൊച്ചിന് എന്തൊരു പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.